യെസ്, ശ്രീ പി രംഗനാഥൻ, ഒരുപക്ഷെ ഹാരി ബ്രൂക്ക്, ബെൻ സ്റ്റോക്സ്, ജാമി സ്മിത്ത്, ഈ 3 വിക്കറ്റുകളാവും ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും നിർണായകം. ബ്രൂക്ക് ആകട്ടെ വളരെ ഈസിയായി കളിക്കുന്ന ഒരു ബാറ്ററാണ്. ഒരുപക്ഷെ നമ്മുടെ ഗില്ലിനെ പോലെ അനായാസം റൺസ് സ്കോർ ചെയ്യുന്ന ഒരു പ്ലെയറാണ്. ജാമി സ്മിത്തും അതുപോലെ തന്നെ ആദ്യ ഇന്നിങ്സിൽ കണ്ട ഏറ്റവും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ബെൻ സ്റ്റോക്സ് ആകട്ടെ ഇതുവരെ ബാറ്റിങ്ങിലേക്ക് ഫോമിലേക്ക് വന്നിട്ടുമില്ല. അപ്പോൾ ഈ 3 പേരാകും ഇന്ത്യയുടെ മുന്നിലെ തടസ്സങ്ങൾ അല്ലേ? ശരിയാണ്. അതാണ് ഫസ്റ്റ് സെഷൻ ലഞ്ചിന് മുമ്പ് തന്നെ ഈ പറഞ്ഞ സ്മിത്തിന്റെയും സ്റ്റോക്സിന്റെ ഒക്കെ വിക്കറ്റ് നേടാൻ സാധിച്ചു കഴിഞ്ഞാൽ അപ്പർ ഹാൻഡാണ്. പിന്നെയുള്ള 2 സെഷനിൽ ഇന്ത്യക്ക് കൂടുതൽ സമ്മർദ്ദം ചെലുത്തി ഇന്ത്യൻ ബോളർമാർക്ക് വിക്കറ്റ് നേടാനും ഇന്ത്യക്ക് ടെസ്റ്റ് വിജയിക്കാനും സാധിക്കും. ഇവിടെ അവരെ സെറ്റിൽ ചെയ്യിക്കരുത്. തീർച്ചയായിട്ടും ഇതിപ്പോ മുഹമ്മദ് സിറാജും അല്ലെങ്കിൽ ആകാശ് ദീപൊക്കെ വളരെ മികച്ച രീതിയിൽ ബോൾ ചെയ്യുന്നു. ജഡേജയുടെ റോള് വളരെ നിർണായകമാണ്. കാരണം വിക്കറ്റ് തിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അവസാന ദിവസമാകുമ്പോൾ കൂടുതൽ സ്പിന്നേഴ്സിനെ എഫക്റ്റ് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ഘട്ടത്തിൽ നിർണായക വിക്കറ്റുകൾ ഈ ബോളർമാർക്കെല്ലാം നേടാൻ സാധിച്ചു കഴിഞ്ഞാൽ അവിടെയും ക്യാപ്റ്റൻസിയുടെ ഒരു റോള് വളരെ നിർണായകമാണ്. എങ്ങനെയാണ് ബോളർമാരെ മാറ്റി പരീക്ഷിക്കുക എന്നുള്ളത്. അപ്പൊ അതൊക്കെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും അപ്പർ ഹാൻഡ് ഇന്ത്യക്ക് തന്നെയാണ്. തുടക്കത്തിലെ ലഞ്ചിന് മുമ്പ് തന്നെ 2-3 വിക്കറ്റ് വീഴ്ത്താൻ സാധിച്ചു കഴിഞ്ഞാൽ ടെസ്റ്റ് അനായാസം ഇന്ത്യക്ക് വിജയിക്കാൻ സാധിക്കും. ഇവിടെയാണ് ഒരു ക്യാപ്റ്റൻസിയുടെ ഒരു കാര്യം കൂടെ കൃഷ്ണരാജ് പറയേണ്ടത്. എങ്ങനെയാണ് ബോളർമാരെ വിനിയോഗിക്കുക എന്നുള്ളത്. അതുകൊണ്ട് അതും ശുഭ്മാൻ ഗില്ലിന്റെ ഒരു ടെസ്റ്റായിട്ട് തന്നെ നമ്മൾ പറയണം. പി രംഗനാഥ്, അതായത് കഴിഞ്ഞ ടെസ്റ്റിൽ നമുക്ക് പാളിയത് വാലറ്റത്തിന്റെ ബാറ്റിംഗ് ആയിരുന്നു. അതായത് വളരെ പെട്ടെന്ന് ആദ്യ മത്സരത്തിൽ 6 വിക്കറ്റുകൾ 41 റൺസിന് നഷ്ടമാകുന്നു. അടുത്ത കളിയിൽ 30 റൺസ് എടുക്കുമ്പോഴേക്കും 7 വിക്കറ്റുകൾ വീഴുന്നു. ഇത്തവണ ഇംഗ്ലണ്ടിനാണ് ആ തിരിച്ചടി കിട്ടിയത്. അവസാനത്തെ 6 വിക്കറ്റുകൾ വീണ വെറും 20 റൺസിനായിരുന്നു. അപ്പോൾ ഈ വാഷിംഗ്ടൺ സുന്ദറിനെ കൂടി ടീം നിരയിലേക്ക് കൊണ്ടുവന്നത്, ജഡേജ കുറച്ചുകൂടി കോൺഫിഡൻ്റ് ആയി കളിച്ചത്, അവിടെ നിതീഷ് കുമാർ 2 ഇന്നിങ്സിലും കളിച്ചില്ല എങ്കിൽ പോലും ഈ വാലറ്റം, അതായത് മധ്യനിര മുതൽ ഇങ്ങോട്ട് താഴേക്ക് മികച്ച പ്രകടനം കാഴ്ചവെച്ചത് ഈ ടെസ്റ്റിൽ ഇന്ത്യക്ക് ഗുണം ചെയ്തോ? വളരെ ശരിയാണ്. ജഡേജയുടെ ഒരു ബാറ്റിംഗ് മികവ് വാഷിംഗ്ടൺ സുന്ദറിന്റെ. പക്ഷേ ജഡേജയും വാഷിംഗ്ടൺ സുന്ദറും അവരുടെ ബോളിംഗും കൂടെ മികച്ച രീതിയിൽ പുറത്തെടുക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇവിടെ ഏറ്റവും നിർണായകം ആദ്യ ടെസ്റ്റിൽ ഇന്ത്യ പരാജയപ്പെട്ടത് അത് തന്നെയാണ്. അമിതമായ ഒരു ആത്മവിശ്വാസം തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം 400-ലധികം ലീഡ് നേടിയിട്ട് ഇംഗ്ലണ്ട് അത് 5-ാം ദിവസം ആ റൺസ് കടമ്പ കിടക്കുക എന്നുള്ളത് ഒരു റെക്കോർഡ് തന്നെയാണ്. അത് ഇംഗ്ലണ്ടിന്റെ ബാറ്റർമാരെ നമ്മൾ പ്രശംസിക്കാതെ പറ്റില്ല. കാരണം ഇന്ത്യൻ ബോളർമാരുടെ ഒരു പരാജയമാണ് ആ ഒരു പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത്. പക്ഷെ സമാനമായ രീതിയിൽ വാഷിംഗ്ടൺ സുന്ദർ ആയാലും കൂടാതെ ജഡേജ ആയാലും ഇത് 5-ാമത്തെ ദിവസമാണ്. സ്പിന്നിന് അനുകൂലമാകുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ആ രീതിയിൽ അവരുടെ ബോളിംഗ് മികവ്, ബാറ്റിംഗിൽ വളരെ മികച്ച രീതിയിൽ വാലറ്റക്കാരെന്നുള്ള രീതിയിൽ ശുഭ്മാൻ ഗില്ലുമായി ചേർന്ന കൂട്ടുകെട്ടും എല്ലാ രീതിയിലും ഒരു കൂറ്റൻ ലീഡ് ഇന്ത്യക്ക് കൈവരിക്കാൻ സാധിച്ചത് അവരുടെ 2 പേരുടെയും പിന്തുണയും കൊണ്ടാണ്. നേരത്തെ രാഘവൻ സൂചിപ്പിച്ചത് കാര്യം കൂടെ, ഋഷഭ് പന്തിന്റെ ബാറ്റിംഗ് ശൈലി അത് ഏത് ബോളർമാരെയും തകർത്തടിക്കാൻ കഴിവുള്ള ഋഷഭ് പന്ത്. അപ്പൊ ആ കൂട്ടുകെട്ടെല്ലാം തന്നെ ഇന്ത്യക്ക് ഒരു വലിയ ലീഡ് എടുക്കാനായിട്ട് സാധിച്ചു. പക്ഷെ ഇവിടെ ഇനി നിർണായകം ഇന്നത്തെ ദിവസം ബോളർമാരുടെ ഒരു പ്രകടനമാണ്. ആ ബോളർമാരെ എങ്ങനെയാണ് പന്തെറിയുക, ക്യാപ്റ്റൻ എങ്ങനെയാണ് ബോളർമാരെ വിനിയോഗിക്കുക, ഇതെല്ലാം ഒരു ചോദ്യചിഹ്നമായിട്ട് മാറുന്നു. ശ്രീ പി രംഗനാഥൻ, അതായത് നമ്മൾ 2 പേരെ മറക്കാനേ പാടില്ലല്ലോ. ഒന്ന് മുഹമ്മദ് സിറാജ്, മറ്റൊന്ന് വലിയ പരിചയസമ്പന്നത ഇല്ലാത്ത ആകാശ് ദീപ്. എത്ര മനോഹരമായാണ് 2 പേരും പന്തെറിയുന്നത്. പ്രത്യേകിച്ച് ഇന്നലത്തെ ആകാശ് ദീപിന്റെ 2 പന്തുകൾ പറയാതെ വയ്യ. വളരെ ശരിയാണ് കൃഷ്ണ. അതാണ് ഈ ടെസ്റ്റിന്റെ ഒരു മാറ്റം. കാരണം ആദ്യ ടെസ്റ്റിൽ നിന്ന് പരാജയം ഏറ്റുവാങ്ങിയ ഇന്ത്യ 2-ാമത്തെ ടെസ്റ്റിൽ പുതിയ ബോളറിനെ പരീക്ഷിക്കുന്നു. ആ പരീക്ഷണം ഉജ്ജ്വലമായിട്ട് മുഹമ്മദ് സിറാജും ആദ്യ ടെസ്റ്റിലെ ബോളിംഗ് അല്ലായിരുന്നു 2-ാമത്തെ ടെസ്റ്റിൽ ഇപ്പോൾ നടത്തുന്നത്. അദ്ദേഹത്തിന് വളരെ കോൺഫിഡന്റ് ആയിട്ട് അദ്ദേഹം പല പരീക്ഷണങ്ങളും, ബൗൺസർ ആയാലും അദ്ദേഹത്തിന്റെ മൂവ്മെന്റ് ആയാലും, അതായത് ബുംറ ഇല്ലാത്ത ടെസ്റ്റിൽ ഞാനിങ്ങനെ എറിഞ്ഞേ പറ്റൂ എന്ന് തീരുമാനിച്ചുറപ്പിച്ചാണ് സിറാജ് എറിയുന്നത്. വളരെ ശരിയാണ്. അവിടെയാണ് ക്യാപ്റ്റന്റെ ഒരു ഗുണം കൂടെ നമ്മൾ പറയണം. ക്യാപ്റ്റൻ ആ ബോളർമാരിൽ നേടിയ ആ ഒരു ആത്മവിശ്വാസം അവരെ എങ്ങനെ വിനിയോഗിച്ചു. ആകാശിന്റെയൊക്കെ ബോളിംഗ് ശരിക്കും നല്ല ബ്യൂട്ടിഫുൾ ആക്ഷൻ, നല്ല റണ്ണപ്പ്, നല്ല രീതിയിൽ അദ്ദേഹത്തിന് പന്തെറിയാൻ സാധിക്കുന്നു. അത് മാത്രമല്ല സിറാജ് വളരെ എക്സ്പീരിയൻസ്ഡ് ആണ്. അവിടെ ഒരു എക്സ്പീരിയൻസിന്റെ ഒരു മികവും കൂടെ സിറാജിൽ നമുക്ക് കാണാൻ സാധിക്കും. ഷോണി, ആകാശ് ദീപിന്റെ പ്രത്യേകത എന്താണ്? എനിക്ക് തോന്നുന്നു വളരെ വലിയ സ്വിംഗ് അല്ല, സ്വിം ചെയ്യുന്ന പന്തിൽ ഒരു ചെറിയ വ്യത്യാസം, വേരിയേഷൻ. ഒരുപക്ഷെ അതാകും ബാറ്റ്സ്മാനെ കൊടുക്കുന്നതെന്ന് തോന്നുന്നു. കാലിലേക്ക് തുടരെ പന്തുകൾ എറിഞ്ഞ് അവിടെ സ്കോർ ചെയ്യിപ്പിച്ച ശേഷം
മനോഹരമായൊരു പന്ത് ഓഫ് സൈഡിലേക്ക് എറിയുന്നു. അത് ഇൻസ്വിംഗറും ഔട്ട് സ്വിംഗറും ഒക്കെ നന്നായി പുള്ളി കൈകാര്യം ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു പറഞ്ഞ പോലെ തന്നെ ആകാശ്ദീപിന്റെ വളരെ ഒരു നല്ലൊരു റണ്ണപ്പും വളരെ നല്ലൊരു ആക്ഷനും ആ ഒരു ഫിനിഷ് ഡെലിവറി നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. എന്ന് വെച്ചാൽ ഒരു ബാറ്റ്സ്മാനെ കളിപ്പിച്ചിട്ട് എടുത്തു പോകുന്ന ഒരു വിക്കറ്റ് ഡിഫെൻസ് ചെയ്ത് കീപ്പറിൽ എഡ്ജ് എടുക്കുന്ന രീതിയിലുള്ള വിക്കറ്റ്സ് ആണ് നമുക്ക് കൂടുതൽ പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. സോ വളരെ നല്ല ഒരു ആക്ഷൻ ആയിട്ടുള്ള ഒരു നല്ല സീം പ്രസന്റേഷൻ, വളരെ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ബോളിംഗ് ആണ് അതിൽ കാണുന്നത്. ശരി, ഒരു കാര്യം കൂടി, ഈ കരുൺ നായർ നല്ല തുടക്കം കിട്ടുന്നു, പക്ഷേ പുറത്താകുന്നു. പക്ഷേ കരുൺ നായരുടെ ഇന്നിങ്സ് ഞാൻ എല്ലാ ഇന്നിങ്സുകളും കണ്ടു. എത്ര മനോഹരമായാണ് അയാൾ ഓഫ് സൈഡിലേക്ക് കളിക്കുന്നതെന്ന്. അതായത് പ്രതിഭയുടെ മിന്നലാട്ടം അതിങ്ങനെ തുടർച്ചയായി ഉണ്ടാകുന്നു, പക്ഷേ വളരെ പെട്ടെന്ന് പുറത്തായി പോകുന്നു. നിർഭാഗ്യമാണോ പ്രശ്നം? തീർച്ചയായിട്ടും ഒരു അൺലക്കി ഫാക്ടർ എന്തായാലും കരുണായിരുന്നു. നല്ല സ്റ്റാർട്ട് കിട്ടുന്നുണ്ട്. ആ നല്ല സ്റ്റാർട്ടിൽ ആ ഒരു 10-30 റൺസ് അടിക്കുന്നതിൽ നല്ല രസത്തോടെ കളിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും ആ ഒരു 100 എന്തായാലും വരുമെന്ന് നല്ല പ്രതീക്ഷയുണ്ട്. പക്ഷേ ഒരു അൺലക്കി ഫാക്ടർ ഉണ്ടായിരിക്കും ഔട്ടാവുന്നത്.